നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേറെ ആൾക്കാർ ക്യൂ നിപ്പുണ്ട്. അങ്ങനത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇത്തരം ഇഷ്ടങ്ങൾ നിങ്ങളായിട്ട് കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേറെ ആൾക്കാര് ക്യൂ നിപ്പുണ്ട്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല എന്ന് വരച്ച് കുരിശുവരെ അങ്ങോട്ട് ആരംഭിക്കുമ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ കിട്ടി. എന്താ കാര്യം? എന്റെ അപ്പന്റെ സങ്കടങ്ങൾ എന്റെ പ്രാർത്ഥനയായി, എന്റെ അമ്മയുടെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ എന്റെ പ്രാർത്ഥനയായി, എന്റെ പെങ്ങളുടെ നാളത്തെ ടെസ്റ്റ് പേപ്പർ എന്റെ പ്രാർത്ഥനയുടെ വിഷയമായി. ദൈവദാനമായ മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തണം, അതുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം, അതുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മക്കളെ വളർത്തുക എന്ന് പറയുമ്പോൾ അതുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരിക. അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, കുരുവിയും ചങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി, അവ കുഞ്ഞുങ്ങളെ ബലിപീഠത്തിന്റെ ചാരത്തിട്ട് വളർത്തി. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ ദേവാലയത്തോട് ചേർത്ത് മക്കളെ വളർത്തണം. കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, മക്കളുടെ കൂടെ സമയം ചെലവഴിക്കണം. ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം മക്കളുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കേ. അപ്പ അമ്മേ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നിട്ട് എത്ര കാലമായി? കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നിട്ടേ എത്ര കാലമായി? നിങ്ങളുടെ കൊച്ചു മക്കളുടെ അടുത്തോട്ട് ചെന്നിരുന്ന് മക്കളെ എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചൊന്ന് ചേർത്ത് പിടിച്ചിട്ടേ എത്ര കാലമായി? ശരിക്കും നമ്മുടെ ഈ നാട്ടിൻപുറത്തെ അപ്പന്മാർക്ക് അമ്മമാർക്കൊക്കെ പറ്റുന്നത്, നമ്മൾ എല്ലുമുറിയെ കടന്ന് പണിയെടുക്കും ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട്. ശരിയല്ലേ? കൃഷി ഇറക്കുന്നൊക്കെ ആരെ മനസ്സിൽ കണ്ടോണ്ടാ? എന്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ജീവിക്കണം, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പണിപ്പെടുന്ന മുഴുവൻ. ഈ തലമുറ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അവരിൽ നിന്ന്. എന്താ പറയുന്നറിയാമോ? അപ്പാ അമ്മേ, ഞങ്ങൾ കാശ് പിന്നെ ഉണ്ടാക്കിക്കൊള്ളാം, നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ നന്നായിട്ട് ഞങ്ങൾ കാശ് ഉണ്ടാക്കും, കാരണം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ കാശ് ഉണ്ടാക്കിക്കൊള്ളാം. ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് കാശല്ല അപ്പാ, ഞങ്ങൾക്ക് വേണ്ടത് കാശല്ല അമ്മേ, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെയാ. നിങ്ങളെ എല്ലാ കാലത്തും കിട്ടില്ലല്ലോ, ഉള്ള കാലത്ത് ഞങ്ങളുടെ അടുത്തൊന്നിരിക്കെ. ഇത് കഴിയുമ്പോൾ ഞങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിക്കൊള്ളും, ഞങ്ങൾക്ക് ഉറപ്പാ. നിങ്ങളൊന്ന് അടുത്തിരിക്കെ, ഞങ്ങളോടൊന്ന് മിണ്ട്, നമുക്കൊന്ന് സംസാരിക്കാം. കുഞ്ഞുങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യട്ടെ. ലെറ്റ് ദം ഫീൽ യുവർ ലവ്. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തോട്ടൊക്കെ പോകാറുണ്ടോ? പുല്ലങ്ങടിക്കാരെ പിള്ളേരെ കൊണ്ട് സിനിമയ്ക്കൊക്കെ പോവോ? ഇല്ലച്ചാ, കൊച്ചു കാര്യങ്ങളുണ്ട്, ഇല്ലച്ചാ പറഞ്ഞു കൊടുക്കച്ചാ, അതുങ്ങൾക്ക് അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലച്ചാ. കുഞ്ഞുങ്ങളെ കൊണ്ട് വല്ലപ്പോഴും ആലപ്പുഴയ്ക്കോ, നമുക്ക് പോകാൻ എളുപ്പത്തിൽ പോകാനുള്ള ദൂരം ആലപ്പുഴയല്ലേ അല്ലെ? നമ്മുടെ ടൗൺ അത്യാവശ്യം ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ആലപ്പുഴയല്ലേ? ആലപ്പുഴയിലൊക്കെ കൊണ്ടുപോയി ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പനമ്മമാരെ ഒരു ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുവോ? ഒരു സിനിമയൊക്കെ കൊണ്ടുപോയി കാണിക്കുവോ? ആ സ്വഭാവം ഉണ്ടോ? അത് നിങ്ങൾ ഓർക്കും, എന്നാ വർത്താനാച്ചാ ഈ പറയുന്നത്, സിനിമയൊക്കെ പാപമല്ലേ, ഇങ്ങനെയാണോ പ്രസംഗത്തിനിടയ്ക്ക് പറയുന്നത് എന്നായിരിക്കും വിചാരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തോട്ടൊക്കെ പോകണം. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉള്ളതെല്ലാം കൂടെ സമ്പാദിച്ചു കൂട്ടി വെക്കരുത്. കുറച്ചൊക്കെ ഈ സ്പെൻഡ് ചെയ്യണം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക, ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും. ഇങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേറെ ആൾക്കാർ ക്യൂ നിപ്പുണ്ട്. അങ്ങനത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇത്തരം ഇഷ്ടങ്ങൾ നിങ്ങളായിട്ട് കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേറെ ആൾക്കാര് ക്യൂ നിപ്പുണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കര അച്ചടക്കത്തിൽ ചിട്ടയിൽ വളർത്തിയ പിള്ളേര് 10-18 വർഷമാകുമ്പോൾ നമ്മുടെ തണലിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോ, അവർക്ക് ഫ്രീഡം കിട്ടുമ്പോ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരെല്ലാത്തിന്റെയും പുറകെ പോകും. അങ്ങനെ പോയതിന്റെ ഉത്തരവാദികൾ ആ കുഞ്ഞുങ്ങൾ മാത്രമല്ല, അതുങ്ങളെ സ്നേഹം അനുഭവിക്കാൻ അവസരം കൊടുക്കാതെ വളർത്തിയ അപ്പന്റെ അമ്മയുടെ ഉത്തരവാദിത്വം കൂടിയാണ്. കുഞ്ഞുങ്ങൾക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റട്ടെ. ലെറ്റ് ദം ഫീൽ യുവർ ലവ്. ക്വാളിറ്റി ടൈം എല്ലാ ദിവസവും, ഉത്തരം പറഞ്ഞേ, എല്ലാ ദിവസവും അരമണിക്കൂർ അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് വെറുതെ വർത്തമാനം പറയുന്ന എത്ര കുടുംബങ്ങളുണ്ട്? സത്യം പറയാവുള്ള പള്ളിയാകമാണ്, കള്ളം പറഞ്ഞ് ഇടുത്തി വീഴും. അതുകൊണ്ട് കള്ളം ഒന്നും പറയണ്ട, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ അപ്പനും അമ്മയും മക്കളും കൂടെ അടുത്തോട്ട് ഇരുന്നിട്ടേ വെറുതെ വിശേഷമൊക്കെ പറയുന്ന എത്ര കുടുംബങ്ങളുണ്ട്? കാണട്ടെ. മരുന്നിന് പോലും ഓർമ്മയില്ലല്ലോ. ശരിക്കും നമുക്കതാ മിസ്സായി പോകുന്നത്. ഉണ്ട് 2-3 കൈയൊക്കെ പൊക്കി അല്ലെ, നല്ല കാര്യം, അത് വേണം. അത് ഏറ്റവും നല്ല സമയം ഞാൻ പറയട്ടെ എപ്പോഴാണ്? എന്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയുണ്ട്. അതൊക്കെ ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. കുരിശുവരയ്ക്ക് മുമ്പായിരുന്നു. എന്ന് വെച്ചാൽ ആ കുരിശുവര പായ അങ്ങോട്ട് വിരിക്കും. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞൊരു കുരിശുവര പായുണ്ട്. ആ പായ്ക്ക്, ഞങ്ങളുടെ വീട്ടിലെ കുരിശുവര പായ്ക്ക് 36 വർഷത്തെ പഴക്കമുണ്ട് ആ പായ്ക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്നത്. എന്നെ പെറ്റിട്ട കാലത്ത് വാങ്ങിച്ചതാ, എനിക്ക് 36 വയസ്സാ.
അന്ന് വാങ്ങിച്ചത്, അന്ന് നീ മെഡിക്കൽ കോളേജിൽ അല്ല ചെത്തിപ്പുഴ അങ്ങോട്ട് വന്ന വഴിക്ക് മേടിച്ചോണ്ട് വന്നാ പറയുന്നത്. ആ പായാണ് ഇപ്പോഴും ഞങ്ങളുടെ കുരിശുവരപ്പായി. ആ പായ അങ്ങോട്ട് വിരിച്ചിട്ട് അതിലോട്ട് ഇരിക്കും, കുരിശു വരയ്ക്കാം. ആ ഇരുന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് കുരിശുവര അല്പം നീട്ടു പോട്ടെ, നീട്ടി വെക്കാന്ന് വിചാരിച്ചിട്ട് വർത്തമാനം തുടങ്ങും. എന്നിട്ട് എന്നെ കൊണ്ട് വിശേഷം അങ്ങനെ താൻ തുടങ്ങും. അപ്പോൾ ഒരു അരമണിക്കൂർ വർത്തമാനമാണ്. പിന്നെ അപ്പന്റെ വിശേഷം, അമ്മയുടെ വിശേഷം, ഞാൻ എന്റെ സ്കൂളിലെ വാർത്തകൾ, പെങ്ങളുടെ സ്കൂളിലെ വാർത്തകൾ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എന്താ ഗുണം എന്നറിയാവോ? ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ എന്ന് വരച്ച് കുരിശുവരെ അങ്ങോട്ട് ആരംഭിക്കുമ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ കിട്ടി. എന്താ കാര്യം? എന്റെ അപ്പന്റെ സങ്കടങ്ങൾ എന്റെ പ്രാർത്ഥനയായി, എന്റെ അമ്മയുടെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ എന്റെ പ്രാർത്ഥനയായി, എന്റെ പെങ്ങളുടെ നാളത്തെ ടെസ്റ്റ് പേപ്പർ എന്റെ പ്രാർത്ഥനയുടെ വിഷയമായി. കുടുംബം ഒരുമിക്കുക, കുടുംബത്തിൽ ബോണ്ട് രൂപപ്പെടുക. അതുകൊണ്ട് പരസ്പരം സംസാരിക്കണം പ്രിയമുള്ളവരെ. മടുത്തോ നിങ്ങള്? സമയമായോ? ടൈം ഔട്ട് വിളിക്കാറായോ? മതി, ഇത്രയും മതി. റാസകുർബാനയൊക്കെ അല്ലേ, ഇത്രയും മതി. പരസ്പരം സ്നേഹിക്കുക, ജീവൻ കൊടുക്കുക, കുടുംബം ഒരുമിച്ച്. നിങ്ങൾ ഈ ഇന്നത്തെ ഒരു അപകടം പിടിച്ച ട്രെൻഡ് ഞാൻ പറയട്ടെ, വലിയ പ്രാർത്ഥനക്കാരൊന്നും ആകണ്ട. സത്യമായിട്ട് ഞാൻ പറയട്ടെ, വലിയ പ്രാർത്ഥനക്കാരൊന്നും ആകണ്ട. ഇന്ന് ഭയങ്കര പ്രാർത്ഥനക്കാരുടെ ബഹള. വീട് മറന്നിട്ട്, പിള്ളാരെ മറന്നിട്ട്, ജീവിത പങ്കാളിയെ മറന്നിട്ട് കുറെ പ്രാർത്ഥനക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവവിളി കർത്താവ് തന്നിട്ടില്ല. അങ്ങനെ തന്നിരുന്നെങ്കിൽ നിങ്ങളെ അച്ചൻ പട്ടത്തിലേക്കോ സന്യാസത്തിലേക്കോ വിളിച്ചേനെ. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കുടുംബ ജീവിതത്തിലേക്ക്. കുടുംബ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം കർത്താവിനെ ആശ്രയിച്ച്, ജീവിത പങ്കാളിയെ സ്നേഹിച്ച്, മക്കളെ വിശ്വാസത്തിൽ വളർത്താനുള്ള ദൈവവിളിയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്വം കഴിഞ്ഞു, മക്കളെല്ലാം ഒരു വഴിക്കെത്തി, ജീവിത പങ്കാളി മരിച്ചു, പിന്നെ ഇറങ്ങിക്കോ ഫുൾ ടൈമറായിട്ട്. അല്ലാതെ ചില പ്രാർത്ഥനക്കാരെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചോദിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? ഭാര്യയ്ക്ക് വേണ്ട സ്നേഹം കൊടുക്കുന്നുണ്ടോ? ഭർത്താവിനെ പരിചരിക്കുന്നുണ്ടോ? മക്കൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? അവരെ അടുത്തിരിക്കുന്നുണ്ടോ? ശരിക്കും നമ്മൾ കുടുംബത്തിലേക്ക് തിരിച്ചു വരേണ്ട സമയമായി. കുടുംബത്തിലാണ് ആത്മീയത വളരേണ്ടത്. അത് ഗാർഹിക സഭയെന്ന രണ്ടാം അധിക കൗൺസിൽ വിളിക്കുന്നത്. കുടുംബം ഗാർഹിക സഭയ. പള്ളി ആദ്യം പണിയപ്പെടേണ്ടത് കുടുംബങ്ങളിലാണ്. കുടുംബത്തിൽ പ്രാർത്ഥന. ഇപ്പൊ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രാർത്ഥനയുടെ കാലമാണ്. ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയാ. അമ്മ അമ്മയുടെ വഴിക്ക് സ്വർഗത്തിൽ പോവുക, അപ്പൻ അപ്പന്റെ വഴിക്ക് സ്വർഗത്തിൽ പോവുക, മക്കള് മക്കളുടെ വഴിക്ക്. ഒരുമിച്ചിരുന്നെന്താ പോകാത്ത? സ്വർഗസ്ഥനായ എന്റെ അപ്പ എന്ന് നമ്മൾ ആരും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. ഇത് കമ്മ്യൂണിറ്റിയാണ്. ഈ സഭ കൂട്ടായ്മയുടെ സഭയാ. ഒരുമിച്ചേ ഉള്ളു പോക്ക്. ഒറ്റയ്ക്കാണെങ്കിൽ പോകുന്നത് നരകത്തിലേക്കാണ് ഓർത്തേക്കണേ. കൂട്ടായ്മ ഉണ്ടാകട്ടെ കുടുംബങ്ങളിൽ. പരസ്പരം സംസാരിക്കണം, സമയം ചെലവഴിക്കണം. എന്റെ ആദ്യത്തെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശാലോമി വല്ലതും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇടയ്ക്ക് പറയാറുള്ളൊരു കാര്യമാണ്. അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. എന്റെ ആദ്യത്തെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് രസമാണ്. ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ അച്ഛനാകാൻ പഠിക്കുന്ന കാലത്ത്, അച്ഛനായിട്ട് ഇപ്പൊ 8 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അച്ഛനാകാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും ഒക്കെ വല്ലപ്പോഴും ഒക്കെ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതെന്ന്. അങ്ങനെ അവസരങ്ങൾ കർത്താവ് തന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ റീജൻസി ചെയ്യുന്ന കാലം എന്ന് വെച്ചാൽ ലോഹ ഇട്ടിട്ടില്ല. ലോഹയ്ക്ക് മുമ്പുള്ള കാലം 8ാം വർഷം ചങ്ങനാശ്ശേരിയിലുണ്ട്, ബിഷപ്പ് ഹൗസിലുണ്ട്. അപ്പോ ചങ്ങനാശ്ശേരിയിൽ ഒരു സ്കൂളിൽ പെൺകുട്ടികളുടെ സ്കൂളാണ്. അവിടെ ധ്യാനത്തിന് വിളിച്ചു. വേറൊരു അച്ഛനാണ് ധ്യാനിപ്പിക്കുന്നത്. അച്ഛൻ എന്നെ കൂടെ സഹായത്തിന് വിളിച്ചു. നീയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട, 2 സ്കൂളേ ഉള്ളൂ, അതിലൊന്നാണ്. ഏതാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അവിടെ സ്കൂളിൽ ധ്യാനിപ്പിക്കാൻ വിളിപ്പിച്ചു. ചെന്നു. ആദ്യത്തെ ദിവസം ധ്യാനം ഉച്ചയായി. ധ്യാനത്തെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഈ കന്യാശ്രീ അമ്മ പ്രിൻസിപ്പൽ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, അന്ന് ഞാൻ ബ്രദറാണല്ലോ, ബ്രദറെ പിള്ളേർക്ക് കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞു. പിള്ളേർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഞാൻ ഈ കന്യാശ്രീമയുടെ ഉള്ള കാര്യം എളിമയോടെ പറഞ്ഞു, എന്റെ പൊന്നമ്മേ, എനിക്ക് കൗൺസിലിംഗ് അറിയാൻ മേല. എനിക്ക് അപ്പോഴും ഇപ്പോഴും കൗൺസിലിംഗ് വലിയ എനിക്ക് ഗിഫ്റ്റ് ഉള്ള കാര്യമല്ല. അപ്പൊ എനിക്ക് കൗൺസിലിംഗ് അറിയാൻ മേല എന്ന് പറഞ്ഞു. കന്യാശ്രീ അമ്മയുടെ കാര്യമല്ലേ, കന്യാശ്രീ അമ്മ ഭയങ്കര പ്രോത്സാഹനമാണ്. ഈ കന്യാശ്രീ അമ്മ എന്നോട് പറഞ്ഞു, ബ്രദറെ അത് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല, പിള്ളേര് വന്നിട്ട് വല്ലതുമൊക്കെ പറയും, ബ്രദർ കുറച്ച് ഉപദേശമൊക്കെ അങ്ങോട്ട് കൊടുത്തേക്കണം. കൗൺസിലിംഗ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കൗൺസിലിംഗ്. ഇത് കേട്ടപ്പോ എനിക്ക് ഇത്രയേ ഉള്ളൂ കൗൺസിലിംഗ്, എന്നാ പിന്നെ ഒന്ന് നടത്തിയേക്കാം എന്ന ഫീലായി. ഞാൻ പോയൊരു ക്ലാസ് റൂമിൽ കസേര ഇട്ടിരുന്ന്, മുമ്പിൽ ഒരു മേശ ഇട്ടു, ഓപ്പോസിറ്റ് ഒരു കസേര ഇട്ടു. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ കൗൺസിലിംഗ് നടത്താൻ പോവാണ്. എന്തൊരു എക്സൈറ്റ്മെന്റ് എന്നറിയാമോ? ജീവിതത്തിലെ ആദ്യത്തെ കൗൺസിലിംഗ് ആണ്. പുറത്ത് കുട്ടികൾ ക്യൂ ആയിട്ട് നിപ്പുണ്ട്. കന്യാശ്രീ അമ്മ ഡോറിന്റെ അവിടെ നിപ്പുണ്ട്. ഓരോ കൊച്ചിനെ വെച്ച് വിളിച്ചു വിടും. അതാണ് അതിന്റെ ക്രമം. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആദ്യത്തെ കൊച്ചു ഡോറിന്റെ അവിടെ വന്നു. സിസ്റ്റർ ആദ്യത്തെ കൊച്ചിനെ വിളിച്ചു. കൊച്ചു ഡോറിന്റെ അവിടെ വന്നു. കൊച്ചവിടെ വന്നിട്ട് എന്നെ അടിമുടി ഒന്ന് നോക്കി. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് കൊച്ചെന്നെ നോക്കുന്നത്. ഞാൻ ഇങ്ങനെ മേളിയും താഴോട്ട് എന്നെ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ കൊച്ചങ്ങ് ഇറങ്ങിപ്പോയി. ഈ കൊച്ച് എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, ഞാൻ പതുക്കെ എഴുന്നേറ്റ് പോയിട്ട് കന്യാസ്ത്രീയോട് ചോദിച്ചു, കന്യാസ്ത്രീയമ്മേ അതെന്താ ആ കൊച്ച് ഇറങ്ങിപ്പോയേ എന്ന് ചോദിച്ചു. അപ്പൊ കന്യാസ്ത്രീയമ്മ മറുപടി പറയുകയാണേ, ആ കൊച്ചിന് ബ്രദറിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോയതാണെന്ന്. നിങ്ങൾ ഓർത്ത് നോക്കി, എന്തൊരു അപമാനമാണെന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ കല്യാണം ആലോചിക്കാൻ വന്നിരുന്നതാണോ? അല്ലല്ലോ, കൗൺസിലിംഗ് അല്ലേ വന്നിരുന്നത്. എന്നെ കണ്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് കൊച്ചിറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ എന്തൊരു അപമാനമാണ് എനിക്ക്. ഇനിയിപ്പോ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ആ കൊച്ചിറങ്ങിപ്പോയത്
ആ കാരണം കൊണ്ട് തന്നെ ആട്ടെ. ഈ കന്യാസ്ത്രീയമ്മേനോടൊന്ന് പറയാവോ? അല്ലേ, ഈ കന്യാസ്ത്രീയമ്മേന്റെ മുഖത്ത് നോക്കിയിട്ടത് പറയാവോ? വേറെ വല്ലോ കാരണവും പറയണ്ടേ? എന്റെ കോൺഫിഡൻസ് പോകത്തില്ലേ? ഇപ്പൊ ഞാൻ ആകെപ്പാടെ തകർന്നിരിക്കുക. ഇനി എനിക്കുണ്ടല്ലോ കൗൺസിലിംഗ് വിജയിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. അതൊക്കെ അത്യാഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. കൗൺസിലിംഗ് വിജയിക്കണമെന്നും ഇപ്പൊ എനിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ. എന്തായിരിക്കും ആഗ്രഹം? രണ്ടാമത്തെ കൊച്ച് ഇറങ്ങിപ്പോകരുത്. അത്ര ചെറിയ പ്രാർത്ഥനയായിരിക്കും. രണ്ടാമത്തെ കൊച്ച് ഇറങ്ങിപ്പോകരുത്. രണ്ടാമത്തെ കൊച്ചു വന്നു, ഞാൻ ഇങ്ങനെ ഒളികണ്ണിട്ട് നോക്കി, നിൽക്കുകയാണോ പോവുകയാണോ നോക്കി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കൊച്ചു പോയില്ല. കൊച്ച് അവിടുന്ന് മെല്ലെ നടന്ന് എന്റെ മുമ്പിൽ വന്ന് കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു. അവിടെ വന്ന് ഇരുന്നു എന്ന് മാത്രമല്ല, ഈ കൊച്ചങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. 10-17 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചല്ലേ, അതങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതിനുണ്ടായ മുറിവുകൾ, ഇതിന്റെ സങ്കടങ്ങൾ, ഇത് കടന്നുപോയ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, അനുഭവങ്ങൾ, ഇതെല്ലാം എന്റെ മുമ്പിൽ ഇരുന്ന് അങ്ങോട്ട് തുറന്നിട്ട് ഈ കൊച്ചിരുന്ന് കരയാൻ തുടങ്ങി. എന്റെ മുമ്പിൽ ഇരുന്ന് ഈ കൊച്ചു കരച്ചിലാന്നേ, ഏങ്ങലടിച്ചൊക്കെ കരയ്യ വലിയ വായിലെ. ഇതിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനും കരയാൻ തുടങ്ങി. കൊച്ചും കരച്ചില്, ഞാനും കരച്ചില്. കൗൺസിലിംഗ് ആണെന്നാണ് വെപ്പ്. രണ്ടുപേരും കരച്ചിലോട് കരച്ചില്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെമ്പിള്ളാരെ കരച്ചിലൊരു പ്രത്യേകതയുണ്ട്. അതെനിക്ക് അറിയാൻ വയ്യായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി. എന്താ പ്രത്യേകത എന്നറിയാവോ? കൺമഷി ഇളകുമ്പോ കരച്ചില് നിൽക്കും. കൊച്ചു നോക്കിപ്പോണ്ടല്ലോ, കണ്ണീരിന്റെ കൂടെ കൺമഷിയും കൂടെ കലങ്ങി ഇങ്ങനെ ഒഴുകി വരുന്നു. കൊച്ചിന് മനസ്സിലായി ഇത് ശരിയാകത്തില്ല. കൊച്ചു പെട്ടെന്ന് ടവലെടുത്ത് കവിളൊക്കെ തുടച്ച് 2 ഏങ്ങലൊക്കെ അടിച്ച് കരച്ചിലങ്ങ് സപ്രസ് ചെയ്തു. കൊച്ചു ഡീസന്റ് ആയി, കൊച്ചു ക്ലീൻ ആയി. എനിക്ക് ഒഴുകിപ്പോകാൻ കൺമഷിയില്ലല്ലോ. അപ്പൊ എന്റെ കരച്ചിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത രംഗമാണ് ദയനീയം. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ കൊച്ച് അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് എന്റെ തോളെ തട്ടി പറയുകയാണ്, പോട്ടെ ബ്രദറെ, സാരമില്ല, എല്ലാം ശരിയാകും ബ്രദർ, സങ്കടപ്പെടണ്ടെന്ന്. ഇത് കേട്ടപാടെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഒരു ഓട്ടോ ആയിരുന്നു. ഞാൻ പോയി കന്യാസ്ത്രീയോട് പറഞ്ഞു, വേറെ വല്ലവരെയും വിളിച്ചിരുത്തിക്കോണം, എന്നെ കൊണ്ട് ഈ പണി പറ്റികളെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോയി. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഞാൻ നീ ധ്യാനിപ്പിക്കുന്നില്ല, ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ പോയി. അച്ഛനെ മനസ്സിലായി എന്തോ പന്തികേട് മറ്റിയത് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ അച്ഛനെ വിളിച്ചിരിക്കുക, ഇന്നലെ നീ മുങ്ങി, ഇന്ന് നീ തന്നെ ധ്യാനിപ്പിക്കണം എന്ന് പറഞ്ഞു. വേറെ മനസ്സിലോടെ രാവിലെ ഒരുങ്ങി എഴുന്നേറ്റ് വന്നു. ഹോളിനകത്ത് കുട്ടികൾ ഈ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. വരാന്തേ കൂടെ ഞാൻ വരുമ്പോൾ ഞാൻ എങ്ങനെ നോക്കിക്കൊണ്ടാണ് വരുന്നത്? ഞാൻ ഇങ്ങനെ നോക്കിയാ വരുന്നത്. എന്തായിരിക്കും ഞാൻ നോക്കുന്നത്? ഈ സാധനം വന്നിട്ടുണ്ടോ എന്നാ നോക്കുന്നത്. ഈ സാധനം എനിക്കിതിനെ ഫേസ് ചെയ്യാൻ വയ്യ, ഇത് വന്നിട്ടുണ്ടോ നോക്കിയപ്പോണ്ടല്ലോ ഏറ്റവും മുമ്പിൽ വന്ന് കൈയടിച്ച് പാട്ട് പാടിക്കൊണ്ട് നിൽക്കുക. ഞാൻ ഇതിനെ പുറത്തേക്ക് വിളിപ്പിച്ചു, ഇങ്ങോട്ട് വന്നേ എന്ന് പുറത്തേക്ക് വിളിപ്പിച്ചില്ല. ചോദിച്ചു, എന്റെ പൊന്നു കൊച്ചേ, ഇന്നലെ കണ്ട മുഖം അല്ലല്ലോ ഇത് എവിടുന്നായി ചിരിയും വിളിച്ചൊക്കെ വന്നേ എന്ന് ചോദിച്ചു. ഇന്നലത്തെ കൗൺസിലിങ്ങിനെ കുറിച്ച് നീ ഒന്നും പറയരുത്, അതെന്നെ ഓർപ്പിക്കരുത്, എനിക്ക് ഓർക്കാൻ വയ്യ, വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ. അപ്പൊ ഈ പെങ്കൊച്ച് 17 വയസ്സുകാരിക്ക് ചേരാത്ത പക്വതയോടെ എന്നോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്രദറെ, ഇന്നലത്തെ കൗൺസിലിംഗ് തന്നെയാണ് കാര്യം. ഇന്നലത്തെ കൗൺസിലിംഗോ? കൊച്ചിന്റെ മറുപടി, ആദ്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഒരാളിരുന്ന് കേട്ടു തരുന്നത്. ആദ്യമായിട്ടാണ് എന്റെ സങ്കടം കേട്ടിട്ട് ഒരാൾ എന്റെ കൂടെ ഇരുന്ന് കരയുന്നത്. എനിക്ക് അത്രയൊക്കെ മതിയായിരുന്നുവെന്ന്. പെട്ടെന്ന് എനിക്ക് തോന്നിയ ചിന്ത, ഇതിന്റെ വീട്ടിൽ ഇതിന്റെ അമ്മയ്ക്ക് എന്താ പണി? ഇത്തിരി പോന്ന ഈ കൊച്ചിന്റെ സങ്കടങ്ങൾക്ക് കാതോർക്കാൻ കഴിയാത്ത വിധം എന്ത് തിരക്കാണ് ഇതിന്റെ അമ്മയ്ക്കുള്ളത്. സ്പെൻഡ് ടൈം അറ്റ് യുവർ ഫാമിലീസ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ സമയം ചെലവഴിക്കുക. കുടുംബത്തോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. കുടുംബത്തിന് മുകളിൽ മറ്റൊരു സൗഹൃദത്തെ, കുടുംബത്തിന് മുകളിൽ മറ്റൊരു ബന്ധത്തെ പ്രതിഷ്ഠിക്കരുത്. ഒടയ തമ്പുരാനും കുടുംബവും അവിടുന്നാണ് ആരംഭം, അതാണ് അടിസ്ഥാനം എന്ന് എപ്പോഴും ഓർത്തേക്കണേ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത്, തിരുക്കുടുംബ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുക്കുടുംബത്തെയും സ്ത്രീത്വത്തെയും ഒക്കെ ഉദാത്ത മാതൃകകളായി മുകളിൽ വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കുടുംബ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുകയായിരുന്നു. ദാമ്പത്യ ജീവിതത്തിന്റെ ഉദ്ദേശം 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഇത് മറക്കരുത്. എന്തൊക്കെ 2 കാര്യങ്ങൾ ദാമ്പത്യ ജീവിത ഉദ്ദേശം? സ്നേഹം പകരാനും ജീവൻ പകരാനും. പരസ്പരം സ്നേഹിക്കുക. 2, ആ സ്നേഹ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക? ജീവൻ കൊടുക്കുക. മക്കളെ ദൈവത്തിനായി വളർത്തുക. ഒരുമിച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.